നിങ്ങൾക്കറിയോ ഈ ദുനിയാവിൽ ഷിർക്ക് ആരംഭിച്ചത് എങ്ങനെയാണ് എന്ന് ഉലമാക്കൾ പറഞ്ഞു കാണാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെയും എല്ലാം സഹാബികളെ എല്ലാം അത്രയിൽ കാണാം. നൂഹ് നബി അലൈഹിസ്സലാം നിയോഗിക്കപ്പെടാനുണ്ടായ കാരണം, ആദം നബി അലൈഹിസ്സലാമിന് ശേഷം 10 സമൂഹത്തോളം ഷീത്ത് നബി അലൈഹിസ്സലാം വന്നിട്ടുണ്ട്, ഇദ്രീസ് നബി അലൈഹിസ്സലാം വന്നിട്ടുണ്ട്. ആ സമൂഹത്തിലൊന്നും അതിനുശേഷം വദ്, സുവാദ്, യഗൂസ്, യഊഖ്, നസ്ർ എന്ന സ്വാലിഹ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെ ഒന്നും ഷിർക്ക് വന്നിട്ടില്ല. എന്നാൽ ആ കൂട്ടത്തിൽ മദ്യപാനം സംഭവിച്ചിട്ടുണ്ട്, സംഗീതമുണ്ടായിട്ടുണ്ട്, വ്യഭിചാരമുണ്ടായിട്ടുണ്ട്, കൊലപാതകം ഉണ്ടായിട്ടുണ്ട്, പല തിന്മകളും പാപങ്ങളും അവർ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഷിർക്കിൽ അവരെത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല ഒരു റസൂലിനെ അയച്ചിട്ടില്ല. പക്ഷേ ഈ പാപങ്ങളിൽ മുഴുകിയ അവരുടെ മനസ്സിൽ അല്ലാഹു തആലയെ കുറിച്ചുള്ള ചിന്ത മോശം വന്നു തുടങ്ങി, അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിരാശ വന്നു തുടങ്ങി, അള്ളാഹുവിന്റെ പാപമോചനത്തിൽ നഷ്ടബോധം വന്നു തുടങ്ങി. ആ സമയത്താണ്, അതാണ് ഷിർക്കിന്റെ പ്രധാനപ്പെട്ട ഒരു കവാടമായിട്ട് വന്നിട്ടുള്ളത്. രണ്ടാമത്തെ ഷിർക്ക് പ്രവേശിച്ചിട്ടുള്ളത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ കാലത്താണ്, നക്ഷത്രങ്ങളെ ആരാധിക്കുന്നത്. അത് വേറെ കാര്യം. അപ്പൊ ഇവിടെ നൂഹ് നബി അലൈഹി സ്വലാം നിയോഗിക്കപ്പെടുമ്പോ ആ സമൂഹത്തിന്റെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ അടുക്കൽ പിശാച് വന്നു പറഞ്ഞു, ആ മുമ്പായിട്ട് വദ്, സുവാദ്, യഗൂസ്, യഊഖ്, നസ്ർ അവർ സ്വാലിഹ്യങ്ങളായിരുന്നു, അവരുടെ ചിത്രങ്ങൾ ഇതൊക്കെ, അവരുടെ ഖബറുകൾ അടയാളപ്പെടുത്തി വെക്കണം, നിങ്ങൾ വരും സമൂഹത്തിന് നിങ്ങളുടെ ഉസ്താദുമാരാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്, അള്ളാഹിന്റെ വലിയകളാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു. അങ്ങനെ അവര് ഖബർ അടയാളപ്പെടുത്തി വെച്ചു. പിറ്റത്തെ സമൂഹം വന്നപ്പോൾ ആ അടയാളപ്പെടുത്തിയ കല്ലും ഇതൊക്കെ നശിച്ചുപോയി തുടങ്ങിയിട്ടുണ്ട്, അവരൊരു രൂപം കൊത്തിയുണ്ടാക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ രൂപം വരയ്ക്കുകയും കൊത്തിയുണ്ടാക്കുകയും എല്ലാം ചെയ്തു. അപ്പോൾ അവർ ശിർക്കിൽ വീടില്ല. അവർക്കറിയായിരുന്നു ഇത് അവരെ ആരാധിക്കാൻ പാടില്ല, അള്ളാഹിനോട് മാത്രമേ ഉള്ളൂ. അടുത്ത സമൂഹം വന്നപ്പോ ശൈത്താൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ധാരാളം പാപം ചെയ്യുന്നവരാണ്, നിങ്ങൾ ഒരുപാട് തെറ്റ് ചെയ്യുന്നവരാണ്, നിങ്ങളുടെ ദുആ ഒന്നും അള്ളാഹ് ഉത്തരം ചെയ്യൂല, നിങ്ങൾക്ക് അള്ളാഹ് പുറത്തുതരാൻ പോണില്ല. നിങ്ങൾക്കിനി പുറത്തുതരണമെങ്കിൽ ഇതാ നിങ്ങളുടെ ഉസ്താദുമാരായിട്ടുള്ള സ്വാലിഹീങ്ങളായിട്ടുള്ള അള്ളാഹു തആല തൃപ്തിപ്പെടുന്ന ഇഷ്ടപ്പെടുന്ന ആളുകളായിട്ടുള്ള വദ്, സുവാദ്, യഊഖ്, നസ്ർ ഇവരുടെ ശുപാർശങ്ങൾക്ക് വേണം, ഇവരുടെ ഇടനിലക്കാരായി നിങ്ങൾക്ക് വേണം. അതുകൊണ്ട് അവരോട് പോയി പറയുന്ന പ്രശ്നം അവർ പറയട്ടെ അള്ളാഹുവിനോട്. സുബ്ഹാനല്ലാഹ്, അങ്ങനെയാണ് ശിർക്ക് സംഭവിക്കുന്നത്. അവർ അള്ളാഹുവിനോട് നേരിട്ട് ചോദിക്കാൻ അവർക്ക് ലജ്ജ തോന്നി. ഞങ്ങൾ തെറ്റുകാരാണ്, പാപക്കാരാണ് എന്നുള്ള ലജ്ജ കാരണത്താൽ അവർ അള്ളാഹുവിലേക്ക് ഇടനിലക്കാരെ വെച്ചു. എന്ന് നമ്മൾ ആലോചിച്ച് നോക്കി. ഇന്ന് ഈ ജാറത്തിലും അള്ളാഹു അല്ലാതെ ഇലാഹുകളെ സ്ഥാപിച്ചിട്ടുള്ള ഇടയാളന്മാരായി ഔലിയാക്കളാണെന്ന് പറഞ്ഞു വിളിക്കുന്ന എല്ലാ കൂട്ടരുടെയും പ്രധാനപ്പെട്ട വാദം ഇതായിരിക്കും. ഒരു തരത്തിൽ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന ആളുകളാണ്, ഞങ്ങൾ എത്ര അള്ളാഹുവിനെ സൂക്ഷിക്കുന്നത്, ഓരൊക്കെ ബർക്കത്ത് കൊണ്ട്, ഓരൊക്കെ ഹക്ക് കൊണ്ട്, ജാഹ് കൊണ്ട്, അവരോടൊക്കെ പറഞ്ഞ് അവരെ ശഫാഅത്ത് കൊണ്ടൊക്കെ രക്ഷപ്പെടാൻ പറ്റുള്ളൂ, ഞങ്ങൾ കുറെ തെറ്റിയുന്നവരാണ്. സഹോദരങ്ങൾ, എല്ലാ കാലത്തും ഷിർക്കിന്റെ പ്രധാനപ്പെട്ട ഒരു കവാടം അള്ളാഹുവിന്റെ റഹ്മത്തിലും മഗ്ഫിറത്തിലുമുള്ള നിരാശയാണ്. ഇവിടെ പറയാണ്, ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത, അള്ളാഹുവെ തീർച്ച പാപങ്ങൾ പുറത്തു തരാൻ നീയല്ലാതെ മറ്റൊരാളുമില്ല, നിനക്കല്ലാതെ ഒരാൾക്കും പാപങ്ങൾ പൊറുക്കാൻ സാധിക്കില്ല. എത്ര പാപം ചെയ്താലും ഈ ഒരു വാക്കിൽ നിൽക്കാൻ സാധിച്ചാൽ അൽഹംദുലില്ലാഹ്. അതാണ് തൗഹീദ് എന്ന് പറയുന്നത്.